ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീനാസ് ഹോം മെയ്ഡ് റെസിപ്പീസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ മെയിനായിട്ട് നമുക്കൊരു പിസ്സ സോസ് വേണം. അതിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം രണ്ടും കൂടെ ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ 1/2 ടീസ്പൂണും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സെയിം അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇതേ നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലായാലും യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒരുമിച്ച് ഒഴിക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. തണുപ്പുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇളം ചൂടുവെള്ളം എടുക്കുന്നത് നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം എടുത്താൽ മതി. അതേപോലെ 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അത്രയും നമുക്ക് ആവശ്യം വരുന്നില്ല. ഏകദേശം ഒരളവാണ് 1/4 കപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ എടുത്തതിൽ തന്നെ 1/4 കപ്പ് മുഴുവനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു ടേബിൾ സ്പൂണൊക്കെ അളവ് കുറവായിരിക്കും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഡബിൾ സൈസിൽ ഇത് പൊങ്ങി വരും. അതേപോലെ നമ്മൾ ഇത് വെക്കുന്ന പാത്രവും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അത് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം കുറച്ച് ബോൺലെസ് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒറിഗാനോ ആഡ് ചെയ്യാണ്. അത് ഒരു നുള്ള് ആഡ് ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. നല്ലോണം ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഓയിൽ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഓരോ ചിക്കൻ പീസായിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ആവശ്യമുണ്ടെന്ന് തോന്നിയുകൊണ്ട് മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തിരിച്ചും മറിച്ചുവിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. പിന്നെ പിസ്സൻ്റെ ടോപ്പിങ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അറിയാലോ, ഒരുപാട് രീതിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പിസ്സ ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ റെഡിയാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളിയായിട്ട് നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ചു. ആ ഒരു ടൈമിൽ നമ്മുടെ ഡോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലെ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിത് 2 പിസ്സ ആണ് ഈ ഒരു ഡോ വെച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈക്വലി 2 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള പാനിൻ്റെ അളവിനനുസരിച്ചാണ് ഞാനിത് 2 പാർട്ടാക്കി ചെയ്യുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ഒറ്റൊന്നാക്കി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പാനിലല്ലേ ചെയ്യുന്നത്. അപ്പം മറിച്ചിടുന്ന ടൈമിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് ചെറിയ പിസ്സ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയിട്ടുള്ളത്. അതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നമുക്കിതിൽ ഹോൾസ് ആക്കി കൊടുക്കാം. പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ചിക്കൻ, പിന്നെ ഒലിവും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മുടെ ഡോ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഫ്ലെയിം നല്ലോണം ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു അടി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഓവർ ടൈം വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ടൈം വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അതേപോലെ ആ മോൾ ഭാഗവും ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഇതാണ് പിസ്സ സോസ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു 2-3 ടേബിൾ സ്പൂണ് നമ്മൾ എടുത്തിട്ട് അത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മേൽഭാഗം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒലീവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഇപ്പം ഗ്രീൻ ആണുള്ളതെങ്കിൽ അത് മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ സെൻറ്ററിൽ ഓവറായിട്ട് ഇടണ്ട. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഒലീവും ചിക്കനും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പം വേറൊരു പാത്രം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതാണ് ഇതിൻ്റെ മേലെ അടപ്പായിട്ട് നമ്മൾ വെക്കുന്നത്. അതൊരു 2-3 മിനിറ്റ് അങ്ങനെ വെക്കുക. മാത്രമല്ല നമ്മുടെ പാനിൻ്റെ ആ ഫ്ലെയിം നല്ല ഒരു ഓവർ ലോ ആക്കണ്ട, എന്നാലും ഒരു ലോ മീഡിയത്തിൽ വെച്ചാൽ മതി. 3 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ടൈമിൽ നമ്മൾ അടപ്പായിട്ട് വെച്ചിട്ടുള്ള പാത്രം വീണ്ടും ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ അടച്ചു വെക്കുകയാണ്. ഇനി ഇതൊരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. അതേപോലെ ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാൻ പിസ്സ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പിസ്സ ആണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിസ്സ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പിസ്സയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.